നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പാശ്ചാത്യ ശക്തികളെ എന്ത് വില കൊടുത്തും എതിർക്കാൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം. അടുത്ത 10 വർഷത്തിനുള്ളിൽ റഷ്യയും നാറ്റോയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുമെന്നും അതിന് റഷ്യ തയ്യാറാണെന്നുമാണ് റഷ്യൻ പ്രതിനിധികൾ അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ അടിക്കടി റഷ്യക്ക് നഷ്ടമാകുന്നത് പല ഉന്നത ഉദ്യോഗസ്ഥരെയുമാണ്. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ബോംബ് സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയിൽ സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവ് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഭവത്തിൽ സ്ഫോടനത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് യുക്രൈൻ. യുക്രൈൻ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ SBU ആണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് വെളിപ്പെടുത്തൽ. റഷ്യൻ ന്യൂക്ലിയർ, ബയോളജിക്കൽ, കെമിക്കൽ പ്രൊട്ടക്ഷൻ ട്രൂപ്പുകളുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവിന്റെ കൊലപാതകം നടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രത്യേക ദൗത്യത്തിലൂടെ യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് അതായത് SBU ആണ് കിറിലോവിനെ വധിച്ചതെന്നും യുക്രൈന്റെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFPയും റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിൽ ഇഗോർ കിറിലോവിനോടൊപ്പം സഹായി റിസാൻസ്കി പ്രോസ്പെക്റ്റും കൊല്ലപ്പെട്ടിരുന്നു. യുക്രൈനെതിരെ നിരോധിക്കപ്പെട്ട രാസായുധങ്ങൾ പ്രയോഗിച്ചെന്ന കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് കിറിലോവ് കൊല്ലപ്പെടുന്നത്. യുക്രൈനിൽ പ്രോസിക്യൂട്ടർമാരാണ് തിങ്കളാഴ്ച കിറിലോവിനെതിരെ കുറ്റം ചുമത്തിയത്. കിറിലോവ് യുദ്ധ കുറ്റവാളിയാണെന്നും കിറിലോവിന്റെ കൊലപാതകം തീർത്തും നിയമാനുസൃതമാണെന്നും യുക്രൈനിലെ ഉന്നതൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന മിഖായിൽ ഷാറ്റ്സ്കിയും കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടിരുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തെ മോസ്കോയ്ക്ക് സമീപം ഒരു പാർക്കിൽ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ പ്രയോഗിക്കുന്ന സുപ്രധാന മിസൈലുകൾ മിക്കതും വികസിപ്പിച്ചത് മിഖായിൽ ഷാറ്റ്സ്കിയായിരുന്നു. ഏതായാലും ഒരാഴ്ചക്കിടയിൽ 2 ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലാണ് റഷ്യ ഇപ്പോൾ. ഈ ആക്രമണങ്ങൾക്ക് ഏത് നിലയിലുള്ള തിരിച്ചടിയാകും റഷ്യ നൽകുകയെന്ന ആശങ്കയിലാണ് ലോകം. റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ സങ്കീർണമാകാൻ ഈ കൊലപാതകങ്ങൾ കാരണമായേക്കുമെന്നും ആശങ്കയുണ്ട്. യുദ്ധത്തിനിടെ 2022 ഫെബ്രുവരിയിലാണ് യുക്രൈനിൽ റഷ്യ നിരോധിത രാസായുധം പ്രയോഗിച്ചത് എന്നാണ് യുക്രൈന്റെ ആരോപണം. മോസ്കോയിലെ റിയാസൻസ്കി പ്രോസ്പെക്റ്റിന്റെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് പുറത്തു നടന്ന സ്ഫോടനത്തിലാണ് ഇപ്പോൾ കിറിലോവ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബാണ് പൊട്ടിയത്. ഇഗോർ കിറിലോവിനെ കൂടാതെ അദ്ദേഹത്തിന്റെ സഹായിയായ സൈനികന് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു. സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. ക്രെംലിനിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് സ്ഫോടനം നടന്നത്. 2017 ഏപ്രിലാണ് ആണവ സംരക്ഷണ സേനയുടെ നേതൃത്വം കിറിലോവ് ഏറ്റെടുത്തത്. റേഡിയേഷൻ, ജീവശാസ്ത്ര പ്രതിരോധ ട്രൂപ്പുകളുടെ മേധാവിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. യുക്രൈനിലെ റഷ്യൻ സൈനിക നടപടികൾക്കിടെ നിരോധിത രാസായുധങ്ങൾ പ്രയോഗിച്ചതിന് ഇഗോർ കിറിലോവിനെതിരെ യുക്രൈൻ കോടതി തിങ്കളാഴ്ചയാണ് ശിക്ഷ വിധിച്ചത്. 2017 ഏപ്രിലാണ് സേനയുടെ നേതൃത്വം കിറിലോവ് ഏറ്റെടുത്തത്. ഏതായാലും ശിക്ഷ വിധിച്ച് വെറും മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. യുദ്ധത്തിനിടെ 2022 ഫെബ്രുവരിയിലാണ് യുക്രൈനിൽ റഷ്യ നിരോധിത രാസായുധം പ്രയോഗിച്ചിരിക്കുന്നത്. ഏതായാലും കിറിലോവിന്റെ കൊലപാതകത്തിൽ യുക്രൈന് കനത്ത തിരിച്ചടി നൽകുമെന്ന് റഷ്യൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വെദേവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇനി ഭയക്കേണ്ടത്. മാതൃരാജ്യത്തിനു വേണ്ടി ഭയമില്ലാതെ ജോലി ചെയ്തയാളാണ് കിറിലോവ് എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സാഖറോവ പ്രതികരിച്ചിരിക്കുന്നത്. യുക്രൈനെതിരെ മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കെതിരെയും ഇനി വൻതോതിലുള്ള ആക്രമണങ്ങൾക്ക് ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റഷ്യയുമായി അമേരിക്കയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും നിലവിലുള്ള തർക്കം തീവ്രമായിരിക്കുകയാണെന്നും താക്കീത് നൽകിയിട്ടുണ്ട്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ യൂറോപ്പിൽ നാറ്റോയുമായി സൈനിക സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തെ ദുർബലപ്പെടുത്താനും റഷ്യയെ തന്ത്രപരമായി തോൽപ്പിക്കാനും അമേരിക്ക ശ്രമിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചൂണ്ടിക്കാണിച്ചു. യുക്രൈനിൽ ആയുധങ്ങളും പണവും ഉപയോഗിച്ച് ഒരു യഥാർത്ഥ നിയമവിരുദ്ധ ഭരണമാണ് അമേരിക്ക നടത്തുന്നതെന്നും പുടിൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യുക്രൈനിലേക്ക് കൂലിപ്പടയാളികളെയും സൈനിക ഉപദേശകരെയും വേണ്ടുവോളം അയച്ച് അതുവഴി സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. നാറ്റോ രാജ്യങ്ങൾ സൈനിക ചെലവുകളും റഷ്യൻ അതിർത്തികൾക്ക് സമീപം സാന്നിധ്യവും വർദ്ധിപ്പിക്കുന്നു. യൂറോപ്പിൽ അമേരിക്കൻ സൈനികരുടെ എണ്ണം ഇതിനകം 100,000 കവിഞ്ഞെന്നും പുടിൻ എടുത്തു പറഞ്ഞു. നിലവിലെ യുദ്ധം ആരംഭിച്ചത് 2022 ഫെബ്രുവരി മാസത്തിലാണ്.
പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുക്രൈന് നഷ്ടമായത് 43,000 പട്ടാളക്കാരുടെ ജീവൻ. പ്രസിഡന്റ് വൊളാഡിമിർ സെലൻസ്കി തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 3,70,000 സൈനികർക്ക് ഈ കാലയളവിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ ചികിത്സ പൂർത്തിയാക്കി യുദ്ധമുന്നണിയിൽ സജീവമാണെന്നും സെലൻസ്കി വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ റഷ്യയും യുക്രൈനും യുദ്ധത്തിലെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. റഷ്യ ഇപ്പോഴും യുക്രൈനിലേക്ക് അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റഷ്യയ്ക്കും വൻതോതിലുള്ള ആൾനാശവും മറ്റ് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഓരോ മാസവും ഇരു രാജ്യങ്ങളിലും ആയിരക്കണക്കിന് ആളുകളുടെ സൈനികരുമാണ് കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി റഷ്യ യുക്രൈൻ യുദ്ധം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും വേഗം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ വിവിധ ലോകരാഷ്ട്രങ്ങൾ തുടരുകയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനായി പല നിർദ്ദേശങ്ങളും മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ട്രംപ് പ്രസിഡന്റ് പദവിയിൽ എത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ആധികാരികമായി ഇടപെടാൻ കഴിയുകയുള്ളൂ എന്നാണ് യുക്രൈന്റെ നിലപാട്. എന്നാൽ ട്രംപ് പറയുന്നത് സെലൻസ്കി സമാധാനം ആഗ്രഹിക്കുന്നതായിട്ടാണ് താൻ കരുതുന്നതെന്നാണ്. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ യുക്രൈന്റെ അംഗത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നില്ല. യുക്രൈന്റെ 1/5 ഭാഗവും റഷ്യൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു അടിക്ക് എന്തായിരിക്കും റഷ്യ തിരിച്ചടിക്കാൻ പോകുന്നത്, അത് ഏത് വിധത്തിലായിരിക്കും, മാരകമായ ഒരു ആക്രമണമായിരിക്കുമോ റഷ്യ ലക്ഷ്യമിടുന്നത് എന്നുള്ള ആശങ്കയിലാണ് നിലവിൽ ലോകം.